ഹലോ വെൽക്കം ബാക്ക് ടു ഹോംഗ്രോൺ റെസിപ്പീസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. സാധാരണ കുക്ക് ചെയ്യുന്ന ബിരിയാണി പോലൊന്നുമല്ല, ഇതൊരു വെറൈറ്റി രീതിയിലാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ലെങ്തി ആക്കുന്നില്ല, നമ്മൾ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേഷനായി നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായി ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചും കൂടി ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അപ്പം ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മളിത് മീനിൻ്റെ മുകളിലേക്ക് ഒന്ന് പരത്തി കൊടുക്കാം. അതിൻ്റെ 2 ഭാഗവും നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ പേസ്റ്റ് എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് നമ്മൾ ഇതൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. മുപ്പത് മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമ്മൾ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊളിയാണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്രൈ ചെയ്ത ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ
3 ചെറുതായി അരിഞ്ഞ സവാള ചേർക്കാം. അതേ എണ്ണയിൽ തന്നെ സവാള ഫ്രൈ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്ന വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ചൂടൊന്നാറാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിത് മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കാം. ഇത് നല്ലൊരു തിക്ക് പേസ്റ്റാക്കി എടുക്കാൻ നമ്മൾ മിക്സിയിലോട്ടിട്ട് അടിക്കാം. വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്രൈ ചെയ്ത സവാള മാത്രം ചേർത്ത് നമ്മളിതൊന്ന് അടിച്ചെടുക്കാം. നല്ല തിക്ക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. ഞാനിവിടെ ഏകദേശം 1 kg ലോങ് റൈസാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഏകദേശം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് മെല്ലെ തിളക്കാനായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർക്കാം. പിന്നെ ഡ്രെയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഞാനിവിടെ സ്പൈസസ് കുറച്ച് സിന്നാമൺ സ്റ്റിക്സും കുറച്ച് ബേ ലീഫാണ് ഉപയോഗിച്ചത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അരിയുടെ വേവ് നോക്കിക്കൊണ്ടിരിക്കണം. അരി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഡ്രെയിൻ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ചോറും റെഡിയാണ്. നല്ല ഒറ്റൊറ്റായിട്ട് നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫിഷ് മസാല തയ്യാറാക്കാം. ഫിഷ് മസാല തയ്യാറാക്കാനായി ആദ്യം ഒരു പാൻ എടുക്കാം. അതിലേക്ക് വേണ്ടത്ര ഓയിൽ ചേർക്കാം. എന്നിട്ട് ഇതിന് വേണ്ട സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ കുരുമുളകും പിന്നെ കുറച്ച് സിന്നാമൺ സ്റ്റിക്സും 5 ഗ്രാമ്പും 4 ഇലാച്ചിയും ആഡ് ചെയ്യാം. ഈ ചേർത്ത സ്പൈസസ് ഒക്കെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എന്നിട്ടത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പേസ്റ്റ് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആണെന്നുണ്ടെങ്കിലും റെഡ് ചില്ലി പൗഡർ കൂടുതൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഒരു 2 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ ചേർക്കാം. ബിരിയാണി മസാല ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു മസാല വറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമ്മൾ ഓൾറെഡി പേസ്റ്റ് ചെയ്ത് വെച്ച ഫ്രൈ ചെയ്ത സവാള ചേർക്കാം.
സവാള നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം ഒരു തിള വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർക്കാം. തൈര് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 ചെറുതായി അരിഞ്ഞ തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഏകദേശം ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് തക്കാളി ബോയിൽ ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് അവസാനം നമ്മൾ കുറച്ച് മല്ലിയിലയും നമ്മൾ മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നമ്മൾ ഫിഷ് ഫുള്ളായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മസാല റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ദം ഇടാൻ വേണ്ടി കുറച്ച് മസാല നമ്മൾ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ദമ്മിടാം. ആദ്യം കുറച്ച് മസാല, പിന്നെ ചോറും ആവശ്യത്തിന് കളറും ചേർക്കാം. ഞാനിവിടെ 2 കളർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 1/4 കപ്പ് പാലിലേക്ക് കളർ ചേർത്താൽ മതി. ഇനി നമ്മൾ പുതിന ഇല ചേർക്കാം. പിന്നെ വീണ്ടും അതേപോലെ തന്നെ ഒരു സെറ്റാക്കിയിട്ട് നമ്മൾ ദമ്മിടാം. അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ 15-20 മിനിറ്റ് ദമ്മിട്ട് വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ബിരിയാണി റെഡിയാണ്. അപ്പോൾ നമ്മളിത് ചൂടോടെ സെർവ് ചെയ്യാം. ഇത് ഏകദേശം എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുവാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
കൂട്ടത്തിൽ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്